എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ ലാന്തനൈഡ്സിൻ്റെ ഒക്കറൻസ് ആൻഡ് സെപ്പറേഷൻ ടെക്നിക്സും പിന്നെ ആക്ടിനൈഡ്സിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം ഒക്കറൻസ് ഓഫ് ലാന്തനൈഡ്സ്. ലാന്തനൈഡ്സ് പ്രധാനമായിട്ട് 3 ഫോംസിലാണ് കാണപ്പെടുന്നത്. ഒന്ന് മോണസൈറ്റ്, രണ്ടാമത്തത് ബാസ്റ്റ്നസൈറ്റ്, മൂന്നാമത്തത് ഫ്ലൂസിറൈറ്റ്. മോണസൈറ്റ്, ബാസ്റ്റ്നസൈറ്റ്, ഫ്ലൂസിറൈറ്റ്. ഇതിൽ മോണോസൈറ്റ് എന്ന് പറയുന്നത് അതിലടങ്ങിയിട്ടുള്ളത് മിക്സ്ചർ ഓഫ് ലാന്തനൈഡ് ഫോസ്ഫേറ്റ്സ്, തോറിയം ഫോസ്ഫേറ്റ്, സിർക്കോണിയം ഫോസ്ഫേറ്റ്. ഏതൊക്കെയാണ്? ലാന്തനൈഡ് ഫോസ്ഫേറ്റ്സ്. ലാന്തനൈഡ് ഫോസ്ഫേറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ലാന്തനൈഡ്സ് ആണ്? സീറിയം, ലന്താനം, പ്രാസോഡൈമിയം, നിയോഡൈമിയം, ഡിസ്പ്രോസിയം, ഇതിൻ്റെയൊക്കെ ഫോസ്ഫേറ്റും പ്ലസ് തോറിയം ഫോസ്ഫേറ്റ്. തോറിയം എന്ന് പറയുന്നത് ആക്ടിനൈഡാണ്. തോറിയം ഫോസ്ഫേറ്റ്, ദെൻ സിർക്കോണിയം ഫോസ്ഫേറ്റ്. ഈ 3 കമ്പോണൻസ് അടങ്ങിയതാണ് മോണോസൈറ്റ്. ദെൻ മോണോസൈറ്റ് പ്രധാനമായിട്ട് നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മോണോസൈറ്റും ഇൽമനേറ്റും നമ്മുടെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ബീച്ച് സൈഡിൽ അതിൻ്റെ കൂടുതൽ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ബീച്ചസ് ഓഫ് ട്രാവൻകൂർ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക ആൻഡ് USA ആണ്. മോണോസൈറ്റ് കാണപ്പെടുന്നത് ഇവിടേക്കാണ്. ദെൻ അടുത്തത് ബാസ്റ്റ്നസൈറ്റ്. ബാസ്റ്റ്നസൈറ്റ്സിൽ അടങ്ങിയിരിക്കുന്നത് ലാന്തനൈഡ് ഫ്ലൂറൈഡ്സ് ആൻഡ് കാർബണേറ്റ്സ്, LnFCO3. അതിൽ ലാന്തനൈഡ് പ്രധാനമായിട്ടും സീറിയം ആൻഡ് ലന്താനം, ഫ്ലൂറൈഡ്സും കാർബണേറ്റ്സുമാണ് അടങ്ങിയിട്ടുള്ളത്. അത് കാണപ്പെടുന്നത് USA, മെക്സിക്കോ ആൻഡ് സ്വീഡനിലാണ്. അടുത്തത് ഫ്ലൂസിറൈറ്റ്. ഫ്ലൂസിറൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഫ്ലൂറൈഡ്സ് ആണെന്ന് മനസ്സിലാക്കുക. ലാന്തനൈഡ് ഫ്ലൂറൈഡ്സ്. ഓക്കെ, ഇതിൽ പ്രധാന ലാന്തനൈഡ്സ് എന്ന് പറയുമ്പോൾ സീറിയം ആൻഡ് ലന്താനം ഫ്ലൂറൈഡ്സ് ആണ് ഇതിൽ വരുന്നത്. സ്വീഡൻ ആൻഡ് കസാക്കിസ്ഥാനിലാണ് ഇതിൻ്റെ ഡെപ്പോസിറ്റ്സ് കാണുന്നത്. സോ മോണോസൈറ്റ് എന്ന് പറയുമ്പോൾ ലാന്തനൈഡ് ഫോസ്ഫേറ്റ്സ്, തോറിയം ഫോസ്ഫേറ്റ്, സിർക്കോണിയം ഫോസ്ഫേറ്റ്. ദെൻ ബാസ്റ്റ്നസൈറ്റ് എന്ന് പറയുന്നത് ലാന്തനൈഡ് ഫ്ലൂറൈഡ്സ് ആൻഡ് കാർബണേറ്റ്സ് അടങ്ങിയത്. ദെൻ ഫ്ലൂസിറൈറ്റ് എന്ന് പറയുന്നത് ലാന്തനൈഡ് ഫ്ലൂറൈഡ്സ്. ഓക്കെ, ഇത്രയുമാണ് അതിൻ്റെ ഒക്യുറൻസ് ഉള്ളത്. ദെൻ നമ്മുടെ കേരളത്തിൻ്റെ ബീച്ച് സാൻഡ്സിൽ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കൊല്ലം, ആലപ്പുഴ ബീച്ച് സൈഡിലുള്ള ചവറ ഡെപ്പോസിറ്റാണ്. ഏകദേശം 22 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ചവറ ഡെപ്പോസിറ്റിൽ നമുക്ക് പ്രധാനപ്പെട്ട ഡെപ്പോസിറ്റ്സ് അവിടെ ഉള്ളത് ഇൽമനേറ്റും സില്ലിമനേറ്റും മോണോസൈറ്റുമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇൽമനേറ്റാണ്. ഇൽമനേറ്റിൽ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇൽമനേറ്റ് എന്ന് പറയുന്നത് FeTiO3 ആണ്. ദെൻ അവിടെ ഉള്ളത് ല്യൂക്കോക്സീൻ ആൻഡ് റുട്ടൈൽ. ഇതൊക്കെ ടൈറ്റാനിയ കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ഇതൊക്കെ ഇതിലെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം FeTiO3, ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ ഫോംസ് ആണ് കൂടുതലായിട്ടുള്ളത്. സോ ഇതൊക്കെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ മൈൻ ചെയ്തെടുക്കുന്നത്. ദെൻ സില്ലിമണേറ്റിൽ Al2SiO5, സിർക്കോൺ ZR, അതായത് സിർക്കോണിയം SiO4, ദെൻ ZrO2, ദെൻ ഗാർനെറ്റ്. ഇതൊക്കെ കൂടുതലായിട്ട് സിലിക്ക അടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ദെൻ മോണോസൈറ്റ് ഞാൻ പറഞ്ഞു, ലാന്തനൈഡ് ഫോസ്ഫേറ്റ്സ് ആണ് അതിലുള്ളത്. സോ നമ്മുടെ കേരളത്തിൻ്റെ ചവറ ഡെപ്പോസിറ്റിൽ അടങ്ങിയിട്ടുള്ള ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഡെപ്പോസിറ്റ്സ് ആണ് ഇൽമനേറ്റ്, സില്ലിമനേറ്റ് ആൻഡ് മോണോസൈറ്റ്. ഓക്കെ, ദെൻ സെപ്പറേഷൻ ഓഫ് ലാന്തനൈഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ ലാന്തനൈഡ് കോൺട്രാക്ഷൻ ഉള്ളതുകൊണ്ട് ഈ ലാന്തനൈഡ്സിൻ്റെ സൈസ് വളരെ ചെറിയ രീതിയിൽ വ്യത്യാസപ്പെട്ടതാണ്. അതായത് അതിൽ ലാന്തനൈഡ് കോൺട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ലന്താനം ടു ലുട്ടീഷ്യം എന്ന് പറയുന്നത് അധിക സൈസ് വ്യത്യാസമില്ല. സൈസ് വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫിസിക്കൽ മെത്തേഡ്സും പല കെമിക്കൽ മെത്തേഡ്സിലൂടെയും നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് പ്രധാനമായിട്ടും അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് വഴിയാണ് ഇത് സെപ്പറേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം നമ്മുടെ ലാന്തനൈഡ്, അതായത് മോണോസൈറ്റ് സാൻഡ് എടുക്കുകയാണെന്ന് വിചാരിച്ചു. മോണോസൈറ്റിൽ ഏതൊക്കെയാണുള്ളത്?
തോറിയം ഫോസ്ഫേറ്റ് ഉണ്ട്, ലാന്തനൈഡ് ഫോസ്ഫേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ മോണോസൈറ്റിനെ നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ഡൈജസ്റ്റ് ചെയ്യാം, അതായത് അത് വെച്ച് റിയാക്ട് ചെയ്യാം. സോ സൾഫ്യൂരിക് ആസിഡ് വെച്ച് റിയാക്ട് ചെയ്യുമ്പം ഇതിൻ്റെ ഫോസ്ഫേറ്റ് എന്തായി മാറി? തോറിയം സൾഫേറ്റും ലാന്തനൈഡ് സൾഫേറ്റും ആയിട്ട് മാറി. ഓക്കെ, സോ 150 ഡിഗ്രി ടു 200 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഇത് സൾഫ്യൂരിക് ആസിഡിൽ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ ഫോസ്ഫേറ്റ്സ് എല്ലാം തന്നെ സൾഫേറ്റ്സ് ആയി മാറി. ദെൻ അതിനെ നമ്മൾ കോൾഡ് വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള സിലിക്ക, ടൈറ്റാനിയ പോലുള്ള ഇമ്പ്യൂരിറ്റീസ് സെറ്റിലാവും. അതിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റാം. ബാക്കിയുള്ളത് നമ്മുടെ ഈ തോറിയം സൾഫേറ്റും ലാന്തനൈഡ് സൾഫേറ്റും അത് സൊല്യൂഷനിൽ സോളിബിളായിട്ട് കിടക്കുകയായിരിക്കും. അതിൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടാവുന്നുണ്ട്, ഫോസ്ഫോറിക് ആസിഡ്. സോ ഫോസ്ഫോറിക് ആസിഡ് ആസിഡ് ആയതുകൊണ്ട് ഈ സൊല്യൂഷൻ അസിഡിക് ആയിരിക്കും. അതിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുക, ബേസ് വെച്ചിട്ട് ന്യൂട്രലൈസ് ചെയ്യുക. സോഡിയം ഹൈഡ്രോക്സൈഡോ അല്ലെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡോ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കെന്ത് നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തോറിയം മഡ് അവിടെ സെറ്റിലാവും. അതിൻ്റെ റിയാക്ഷൻ തോറിയം സൾഫേറ്റ് പ്ലസ് H3PO4, ഇത് അസിഡിക് ആണെന്ന് ഞാൻ പറഞ്ഞു സൊല്യൂഷൻ. അതിലേക്ക് ബേസ് ആഡ് ചെയ്യുമ്പോൾ തോറിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ഉണ്ടാവും, അത് സെറ്റിലാവും. പക്ഷേ ലാന്തനൈഡ് അയോൺസ് അപ്പോഴും എന്താണ് സൊല്യൂഷനിലുണ്ടാവും, അത് Ln3+ ലാന്തനൈഡ് അയോൺസ് നമ്മൾ അയോൺ എക്സ്ചേഞ്ച് റെസിനിലേക്ക് പാസ് ചെയ്യിക്കും. സോ അയോൺ എക്സ്ചേഞ്ച് റെസിൻ എന്ന് പറയുന്ന സെറ്റപ്പ് ഒരു സിന്തറ്റിക് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻസ് ആണ്. അതിൻ്റെ പ്രത്യേകത ഇതാണ്, ഈ ട്യൂബിൻ്റെ ഉള്ളിലുള്ളതാണ് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻസ്. അതെന്ത് ചെയ്യും? അതിൻ്റെ കാറ്റയോൺ, അതായത് ഇവിടെ പ്രോട്ടോൺ ആണ്, ഈ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ്റെ കാറ്റയോൺ എന്ന് പറയുന്നത് H+ ആണ്. അതിനെ എക്സ്ചേഞ്ച് ചെയ്യും ആരുമായിട്ട്? ലാന്തനൈഡുമായിട്ട്. ഈ ലാന്തനൈഡിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. അതിലിപ്പോൾ ലന്താനം 3+ ഉണ്ടാവാം, ലുട്ടീഷ്യം 3+ ഉണ്ടാവാം, നിയോഡൈമിയം ഉണ്ടാവാം, പ്രാസോഡൈമിയം ഉണ്ടാവാം, അങ്ങനെ പല ലാന്തനൈഡ് അയോൺസ് ഉണ്ടാവും. ആ അയോൺസ് റെസിനിലേക്ക് വാങ്ങിയിട്ട് ആ റെസിൻ H+ വിട്ടുകൊടുക്കും. അതാണ് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ എന്ന് പറയാൻ കാരണം. ഓക്കെ, സോ ലാന്തനൈഡ് അയോൺസ് വരുമ്പോൾ ഈ റെസിനിലുള്ള H റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ലന്താനം കയറിയിരിക്കും. എന്നിട്ട് ലാന്തനൈഡ് അയോൺ കയറിയിരിക്കും. എന്നിട്ട് ലാന്തനൈഡ് റെസിൻ ഉണ്ടാവും. ഓക്കെ, ദെൻ ഇതിൽ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഏത് ലാന്തനൈഡാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആവുക? സോ ഇവിടെ അക്വേറ്റഡ് ആയിട്ടുള്ള ലാന്തനൈഡ് അയോൺസിൻ്റെ സൈസ്, അക്വേറ്റഡ് എന്ന് പറയുന്നത് വാട്ടർ അറ്റാച്ച് ചെയ്തിട്ടുള്ള ലാന്തനൈഡ് അയോൺസിൻ്റെ സൈസാണ് മെയിൻ ക്രൈറ്റീരിയ. നമുക്കറിയാം ലാന്തനൈഡ് സീരീസിൽ ലന്താനം ഏറ്റവും വലുത്, ദെൻ ലുട്ടീഷ്യം ഏറ്റവും ചെറുത്. ലാന്തനൈഡ് കോൺട്രാക്ഷൻ ഉണ്ടെങ്കിലും സൈസ് വലിയ രീതിയിൽ ചെറിയ തോതിൽ മാത്രമേ കുറയുന്നുള്ളൂ. ലന്താനമാണ് കമ്പാരിറ്റീവ്ലി വലുത്, ലുട്ടീഷ്യമാണ് അതിലെ ഏറ്റവും ചെറുത്. പക്ഷേ ഇത് അക്വസ് കണ്ടീഷനിൽ എടുക്കുമ്പോൾ ചെറിയ ആൾ കൂടുതൽ വാട്ടർ മോളിക്യൂൾസിന് അറ്റാച്ച് ചെയ്യും, ലുട്ടീഷ്യം കൂടുതൽ വാട്ടർ മോളിക്യൂൾസിന് അറ്റാച്ച് ചെയ്തിട്ട് അക്വേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ലുട്ടീഷ്യമായിരിക്കും ഏറ്റവും സൈസ് ഉണ്ടാവുക. അവിടെ വാട്ടർ മോളിക്യൂൾസിനെ കൂടെ നമ്മൾ ചേർത്തിട്ട് വേണം അതിൻ്റെ സൈസ് പറയാൻ. സോ ലാന്തനൈഡ് അയോൺസിൻ്റെ അക്വേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ലന്താനം സൈസ് കുറവാണ്, അവിടെ കുറച്ച് വാട്ടർ മോളിക്യൂൾസേ ഉണ്ടാവുള്ളൂ. അക്വേറ്റഡ് ലുട്ടീഷ്യം അയോൺ എന്ന് പറയുന്നത് സൈസ് കൂടുതലായിരിക്കും. സോ സൈസ് കുറവുള്ള ആൾക്കാർ റെസിനുമായിട്ട് കൂടുതൽ സ്ട്രോങ് ആയിട്ട് അറ്റാച്ച്ഡ് ആവും. സ്ട്രോങ് അറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ അത് എളുപ്പത്തിൽ ഡിറ്റാച്ച് ചെയ്ത് നമുക്ക് എല്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് റെസിനുമായിട്ട് വീക്ക് ബോണ്ടിങ് ആണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എല്യൂട്ട് ചെയ്തെടുക്കാം. ഈ എല്യൂട്ട് ചെയ്തെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എലുവൻറ്റ്. എലുവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലുവൻ്റ് ആയിട്ടുള്ള സോൾവെൻറ്റ്സ് നമ്മൾ ഇതിലൂടെ ഒഴിക്കുമ്പോൾ നമ്മുടെ ലാന്തനൈഡ് അയോൺ അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഈ എലുവൻറ്റിൻ്റെ കൂടെ അങ്ങ് വരും. സോ ഈ റെസിനുമായിട്ട് സ്ട്രോങ് ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ നിൽക്കും, വീക്കായിട്ടുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ ആദ്യം വരും. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. സോ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ എന്തായി, ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ റെസിൻ്റെ കൂടെ ലാന്തനൈഡ് അയോൺ വന്നു.
അതിനെ നമ്മളിവിടെ സിട്രിക് ആസിഡ് അമോണിയം സിട്രേറ്റ് ബഫറാണ് ഇവിടെ എലിമെൻ്റായിട്ട് യൂസ് ചെയ്യുക. സോ അവിടെ സിട്രേറ്റ് അയോൺസ് ഉണ്ടാവും. ആ സിട്രേറ്റ് അയോണ് ലാന്തനൈഡുമായിട്ട് അറ്റാച്ച്ഡ് ആവും. ഇതിലെ അമോണിയം പ്ലസ് അയോണ് റെസിനുമായിട്ട് അറ്റാച്ച്ഡ് ആവും. ഓക്കെ, സോ ലാന്തനൈഡ് സിട്രേറ്റ് ഉണ്ടാവും. ആ സിട്രേറ്റ് ആയിട്ടാണ് നമുക്കിതിനെ എല്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുക. സോ ഇവിടെ ലുട്ടീഷ്യം എന്നുള്ളത് ഏറ്റവും വലിയ ആൾ, അക്വേറ്റഡ് ലുട്ടീഷ്യം വലിയ ആൾ, അക്വേറ്റഡ് ലന്താനം ചെറിയ ആൾ. സോ ലന്താനം മോർ സ്ട്രോങ്ലി ഇതുമായിട്ട് ബൈൻഡ് ചെയ്യും, ലുട്ടീഷ്യം ഏറ്റവും വീക്ക് ബൈൻഡിങ് ആയിരിക്കും. സോ അക്വേറ്റഡ് ലുട്ടീഷ്യം ആണ് ഇവിടെ വീക്ക് ബൈൻഡ്. അതുകൊണ്ട് തന്നെ ലുട്ടീഷ്യം സിട്രേറ്റ് കോംപ്ലക്സ് ആദ്യം എല്യൂട്ട് ചെയ്തെടുക്കാം. ഏറ്റവും അവസാനം ലന്താനം വരും. കാരണം എന്താണ്, അവിടെ ലന്താനം എന്ന് പറയുന്നത് അക്വേറ്റഡ് ലന്താനം സൈസ് കുറവായതുകൊണ്ട് അത് മോർ സ്ട്രോങ്ലി അറ്റാച്ച്ഡ് ആയിരിക്കും ഈ റെസിനുമായിട്ട്. ഓക്കെ, സോ ലുട്ടീഷ്യൻ 3+ കംസ് ഔട്ട് ഫസ്റ്റ്, ദെൻ ലാസ്റ്റിൽ ആരാണ്, ലന്താനം വരും. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ സെപ്പറേഷൻ ഉള്ളത്. ഓക്കെ, ദെൻ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഓഫ് ലാന്തനൈഡ്സ്. ഇതിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. മിഷ് മെറ്റൽസ് പൊതുവെ മിക്സ്ചർ ഓഫ് ലാന്തനൈഡ്സ് ആണ്. അത് ഈ സ്പാർക്ക് സോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യും ടു സ്റ്റാർട്ട് ഫയേഴ്സ് ആൻഡ് ഫ്ലെയിംസ് ആസ് വെൽ ആസ് ഇൻ മൂവി സ്പെഷ്യൽ എഫക്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഇത് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ദെൻ മിഷ് മെറ്റൽസ് യൂസ്ഡ് ആസ് ഓക്സിജൻ റിമൂവേഴ്സ് ഇൻ വാക്യൂം ട്യൂബ് പ്രൊഡക്ഷൻ. വാക്യൂം ട്യൂബ് പ്രൊഡക്ഷനിൽ ഓക്സിജൻ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യും. ദെൻ മിക്സഡ് ഓക്സൈഡ്സ് ഓഫ് ലാന്തനൈഡ്സ് യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഇൻ പെട്രോളിയം ക്രാക്കിംഗ്. സോ പെട്രോളിയം ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഹൈഡ്രോ കാർബണിനെ നമ്മൾ ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഈ മിക്സഡ് ഓക്സൈഡ്സ് ഓഫ് ലാന്തനൈഡ്സ് യൂസ് ചെയ്യും. ദെൻ യൂറോപ്പിയം ആൻഡ് യട്രിയം ഓക്സൈഡ്സ് ആർ യൂസ്ഡ് ആസ് ഫോസ്ഫേഴ്സ് ഇൻ TV screens. Then cerium oxide is used to polish glass and also used in gas mantles. Then mixed oxides of lanthanides are used to color ceramics and glasses. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഏതെങ്കിലും കുറച്ചെണ്ണം ഓർത്ത് വയ്ക്കാം. ഓക്കെ, ദെൻ ആക്ടിനൈഡ്സ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 90 മുതൽ 103 വരെയുള്ള 14 എലമെൻറ്റ്സ് ആണ്. ഇതിൽ പ്രധാനമായിട്ടും 5F'ലാണ് ഡിഫറൻഷ്യേറ്റിംഗ് ഇലക്ട്രോൺ വരിക. ഓക്കെ, സോ ഇതെല്ലാം തന്നെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ദെൻ ഇതിൽ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ളത് ആദ്യത്തെ 3 ആൾ, തോറിയം, ദെൻ പ്രൊട്ടാക്ടിനിയം, യുറേനിയം. ഈ 3 ആൾക്കാർ നാച്ചുറലി ഒക്കറിങ് ആണ്. ബാക്കിയുള്ള യുറേനിയം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള 11 ആൾക്കാരും ആർട്ടിഫിഷ്യലി നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻസിലൂടെ സിന്തറ്റിക് ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. അതായത് സിന്തസിസിലൂടെ ന്യൂക്ലിയർ റിയാക്ഷൻസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബാക്കിയുള്ള 11 എലമെൻറ്റ്സ്. ഓക്കെ, സോ എല്ലാം തന്നെ റേഡിയോ ആക്റ്റീവാണ്. ദെൻ ആക്ടിനൈഡ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത് റെഗുലർ അല്ല. F1, F2, F3, കാരണം എഫിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് F2 ആയിട്ടാണ്. സോ ഇതൊരു റെഗുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആവാതിരിക്കാനുള്ളൊരു കാരണം ഈ 6D കണ്ടോ, 5F, 6D, 7S ഇതിൻ്റെയൊക്കെ എനർജി കമ്പാരബിളാണ്. അതുകൊണ്ട് ഇലക്ട്രോൺ എളുപ്പത്തിൽ ബാക്കിയുള്ള എനർജി ലെവലിലേക്ക് പോയിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓർഡർ വരാത്തത്. പക്ഷേ ഇതിൻ്റെ മോസ്റ്റ് കോമൺ ഫോം ആയിട്ടുള്ള 3+ലും 4+ലും ഇതിൽ കുറച്ചുകൂടി റെഗുലറായിട്ട് വരും. 3+ൽ നിങ്ങൾ നോക്കൂ, 5F0 മുതൽ 5F14 വരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരും. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിൽ ലാന്തനൈഡ്സിനെക്കാട്ടും കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിരിക്കും ഇതിൻ്റെ കോൺഫിഗറേഷൻ. കാരണം ഇത് ഈ 3 ലെവൽസ് 5F, 6D, 7Sൻ്റെ എനർജി കമ്പാരബിൾ ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ. ദെൻ അയോണിക് സൈസിൽ ഇങ്ങോട്ടേക്കൊന്നും ഇല്ലാത്തതിൻ്റെ കാരണം ഇതൊക്കെ അത്രയും റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് അത്രയും സ്റ്റെബിലിറ്റി കുറവുള്ളതാണ്. ഓക്കെ, സോ ലാസ്റ്റിലത്തെ ഇതിൻ്റെയൊക്കെ ലോറൻസിയത്തിൻ്റെയൊക്കെ വളരെ, അതായത് പ്രിപ്പയർ ചെയ്ത ഉടനെ തന്നെ അത് റേഡിയോ ആക്റ്റീവായിട്ട്
അൺസ്റ്റേബിളായിട്ട് പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, സോ ഇവിടെ ലാന്തനൈഡ് കോൺട്രാക്ഷൻ പറഞ്ഞ പോലെ തന്നെ ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ ഉണ്ട്. ഇവിടെ 5F ആണ്. 5F സ്പേസിൽ മോർ ഡിഫ്യൂസായിട്ട് കിടക്കുന്നത് കൊണ്ട് അതിന് എഫക്റ്റീവായിട്ട് സ്ക്രീൻ ചെയ്യാൻ പറ്റില്ല. എഫക്റ്റീവായിട്ട് സ്ക്രീൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് 5F ഓർബിറ്റൽസ് കാരണം ന്യൂക്ലിയസ് അതിൻ്റെ ഷീൽഡിങ് എഫക്റ്റ് കുറവാണ്. അതുകൊണ്ട് ഓരോന്ന് കഴിയുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ പുറത്തുള്ള ഇലക്ട്രോണിനെ ന്യൂക്ലിയസിന് മോർ എഫക്റ്റീവായിട്ട് പിടിച്ചു വലിക്കാൻ പറ്റും. അപ്പോൾ ക്രമമായിട്ട് അതിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും. ഇതിനെയാണ് ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ കാരണമാണ് ഇതിന് ക്രമമായിട്ട് ഇതിൻ്റെ റേഡിയസ് കുറയുന്നത്. ഓക്കെ, അതുതന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസവും അത്ര പ്രോമിനൻ്റ് ആയിരിക്കില്ല, വളരെ ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കാരണം ആക്റ്റിനോയിഡ് കോൺട്രാക്ഷനാണ്. ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു 5F 6D 7S ആ 3 ഓർബിറ്റൽസും കമ്പയറബിൾ എനർജി ആയതുകൊണ്ട് ഇലക്ട്രോൺസ് പല സ്റ്റേറ്റിലും പല ഓർബിറ്റലിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നത് കാരണമാണ് ഈ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഇതിൽ ലാന്തനൈഡ്സിനെക്കാട്ടും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ലാന്തനൈഡ്സിൽ നമുക്കറിയാം +3 ആണ് കോമൺ, ദെൻ +2 ആൻഡ് +4 ഉണ്ടാവും. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ നെപ്റ്റ്യൂണിയം പ്ലൂട്ടോണിയം ഒക്കെ +7 വരെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു കാരണം ഈ സിമിലർ എനർജി ഓഫ് 5F 6D ആൻഡ് 7S ആണ്. ഓക്കെ, ഇതിൻ്റെ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. Then metallic characteristics. They are very dense metals, silvery white in appearance. They are highly electropositive. 5F orbitals are more diffused than 4F orbitals, hence more available for bonding. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. 5F ഓർബിറ്റൽസ് സ്പേസിൽ മോർ ഡിഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അത് പുറത്തുനിന്നൊരു ലിഗാൻഡ് വരുമ്പം അത് ബോണ്ട് ചെയ്യപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് അത് കൂടുതൽ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിരിക്കും 5F ഓർബിറ്റൽസ് ദാൻ 4F ഓർബിറ്റൽസ്. കാരണം 4F ഓർബിറ്റൽസിന് പെനിട്രേഷൻ കൂടുതലാണ്, അത് കുറച്ചുകൂടെ ഉള്ളിലാണ് 4F എന്ന് പറയുന്നത്. 5F കുറച്ചുകൂടെ പുറത്താണ്. അതുകൊണ്ട് ലിഗാൻഡ്സ് വരുമ്പോൾ 5Fന് കൂടുതൽ ബോണ്ടിങ് നടക്കും, അതല്ലാതെ ലിഗാൻഡുമായിട്ട് എളുപ്പത്തിൽ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും. Then reactivity. They are highly reactive metals. They readily tarnish air to form their oxides. എയറുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡ് ഫോർമേഷൻ നടത്തുന്നു. ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നോൺ സ്റ്റോഷ്യോമെട്രിക് ഹൈഡ്രൈഡ്സ്. നോൺ സ്റ്റോഷ്യോമെട്രി ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ അല്ലേ, ഫ്രാക്ഷണൽ വാല്യൂസ് ഒക്കെ കോമ്പിനേഷനിൽ വരുമ്പോൾ നമ്മൾ നോൺ സ്റ്റോഷ്യോമെട്രിക് ആയിട്ടുള്ള ഹൈഡ്രൈഡ്സ് വരും. ഹാലജൻസുമായിട്ട് ഹാലൈഡ് ഫോം ചെയ്യും. കോൺസെൻട്രേറ്റഡ് HCl-ഉമായിട്ട് ഇത് എളുപ്പത്തിൽ അറ്റാക്ക്ഡ് ആവും. ഓക്കെ, എളുപ്പത്തിൽ ടാർണിഷ്ഡ് ആവും. പക്ഷേ കോൺസെൻട്രേറ്റഡ് HNO3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആ കോൺസെൻട്രേറ്റഡ് HNO3 ഒരു പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ ഇതിൻ്റെ മുകളിലുണ്ടാവും. ഓക്കെ, ആ പ്രൊട്ടക്റ്റീവ് ലെയർ കാരണം ഉള്ളിലുള്ള ആൾക്കാർക്ക് ഒരു അത് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ റിയാക്ടിവിറ്റിയിൽ പറയാനുള്ളത്. ദെൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പൊതുവെ നമുക്ക് അൺപെയർഡ് ആയിട്ടുള്ളത് പാരാമാഗ്നറ്റിക് കാണിക്കുന്നു. അൺപെയർഡ് 5F ഇലക്ട്രോൺസ് പാരാമാഗ്നറ്റിക് ആണ്, പെയർഡ് ഡയാമാഗ്നറ്റിക് ആണ് എന്ന് പറയുന്നതിലുപരി അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് വാല്യൂസൊക്കെ നമ്മുടെ ലാന്തനൈഡ്സിനെ അപേക്ഷിച്ച് വളരെ കോംപ്ലക്സ് ആയിരിക്കും. കാരണം അതിൻ്റെ എക്സ്പെരിമെൻ്റൽ വാല്യൂസും തിയറട്ടിക്കൽ വാല്യൂസൊന്നും സിമിലർ ആയിട്ടല്ല വരുന്നത്. അവിടെ തിയറട്ടിക്കൽ വാല്യൂസ് കുറച്ച് കുറവായിരിക്കും. അതൊക്കെ നമ്മുടെ ലാന്തനൈഡ്സിനെക്കാട്ടും കുറച്ചുകൂടെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മുടെ ഈ ഒരു ഡിഗ്രി ലെവലിൽ ഡിസ്കസ് ചെയ്യേണ്ടുന്ന ഒരു ടോപ്പിക് അല്ല അത്. ഓക്കെ, സോ ജസ്റ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പാരാമാഗ്നറ്റിസവും ഡയാമാഗ്നറ്റിസവും മാത്രം നമ്മൾ പറയാം. ദെൻ കളർ. ലാന്തനൈഡ്സിനെക്കാട്ടും കൂടുതൽ ഇത് കളർ കാണിക്കുന്നതാണ്. സോ ഇവിടെ സ്റ്റേബിൾ കോൺഫിഗറേഷൻസ് ആയിട്ടുള്ള 5F0, 5F7 ഹാഫ് ഫിൽഡ്, 5F14 ഫുള്ളി ഫിൽഡ് ആർ കളർലെസ്. അതിൻ്റെ കളർ കാണിക്കാൻ കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ
എഫ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് 5Fഉം 6Dയും തമ്മിലുള്ള ട്രാൻസിഷൻ. 5Fഉം 6D ഞാൻ പറഞ്ഞു സിമിലർ എനർജി ഉണ്ടെന്ന് പറഞ്ഞു, അത് തമ്മിലുള്ള ട്രാൻസിഷൻ. ദെൻ ഇൻറ്റൻസ് കളർ കാണിക്കാൻ ചാർജ് ട്രാൻസ്ഫർ, അതും നമ്മുടെ ഇൻറ്റൻസ് സ്പെക്ട്രയ്ക്ക് കാരണമാണ്. സോ ഇവിടെ എന്താണ്, സ്റ്റേബിൾ കോൺഫിഗറേഷൻ അല്ലാത്ത ആൾക്കാരെല്ലാം കളർ കാണിക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെയൊക്കെ അൺപെയർഡ് ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് ആ ഇലക്ട്രോൺ എക്സൈറ്റേഷൻ ഒരു എഫിൽ നിന്നും വേറൊരു എഫിലേക്ക്, എഫ് ലെവലിലേക്ക് അതെങ്ങനെയാണ് ട്രാൻസിഷൻ നടക്കുന്നതെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ലിഗാൻഡിൻ്റെ പ്രസൻസിൽ ഈ എഫ് ഡീജനറേറ്റ് ഒരേപോലെ ഒരേ എനർജിയിൽ നിൽക്കുന്ന എഫ് ഓർബിറ്റിൽ അതിൻ്റെ എനർജി ലെവൽസ് സ്പ്ലിറ്റപ്പ് ആവും. ക്രിസ്റ്റൽ ഫീൽഡ് എഫക്റ്റ് കാരണം ഈ എഫ് ഓർബിറ്റൽസ് എനർജി ഡീജനറസി മാറ്റിയിട്ട് അത് പല ലെവലിൽ നിൽക്കും. അങ്ങനെ ലെവലിൽ നിൽക്കുമ്പോൾ ഒരു ലെവലിൽ നിന്നും വേറൊരു ലെവലിലേക്ക് ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് ഇതിന് കളർ വരിക. ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടന്ന് ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്ക് അതിൻ്റെ ഹൈ എനർജി ഡിസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കളറ് കാണുന്നത്. ഓക്കെ, സോ ഈ കളറുകളൊക്കെയാണ് ലാന്തനൈഡ്സ്, ആക്ടിനൈഡ്സ് കാണിക്കുന്നത്. ഈ ആക്ടിനൈഡ്സിൻ്റെ കളറ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ലാന്തനൈഡ്സിൽ കുറേ നമുക്ക് കളർലെസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ആക്ടിനൈഡ്സ് കുറച്ചുകൂടെ കളർ കാണിക്കും. അതിൽ ഈ ഒരു ട്രാൻസിഷൻ കൂടെ വരും, 5F 6D ട്രാൻസിഷൻ കൂടെ വരും. ദെൻ കോംപ്ലക്സ് ഫോർമേഷൻ ഞാനിപ്പോൾ പറഞ്ഞു. 5F ഓർബിറ്റൽസ്, പുറത്തുള്ള 5F ഓർബിറ്റൽസ് മോർ ഡിഫ്യൂസ്ഡ് ആണ്, സ്പേസിലേക്ക് കൂടുതൽ ഡിഫ്യൂസ്ഡ് ആണ്, അത് ഉള്ളോട്ടേക്ക് പെനിട്രേഷൻ കുറവാണ്. അതുകൊണ്ടെന്താണ് ലിഗാൻസ് വരുമ്പം എളുപ്പത്തിൽ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും. ഗ്രേറ്റർ പാർട്ടിസിപ്പേഷൻ ഓഫ് 5F ഓർബിറ്റൽസ് ഇൻ ബോണ്ടിങ്, ഹെൻസ് ഗ്രേറ്റർ ടെൻഡൻസി ടു ഫോം കോംപ്ലക്സസ്. അതുമാത്രമല്ല ആക്ടിനൈഡ്സിന് സ്മോൾ സൈസാണ്, ഹൈ ന്യൂക്ലിയർ ചാർജാണ്, അതും കോംപ്ലക്സേഷൻ കൂട്ടാൻ ഒരു കാരണമാണ്. ദെൻ തോറിയം അസറ്റൈൽ അസറ്റോനേറ്റിൻ്റെ ഒരു കോംപ്ലക്സ്, ദെൻ പൊട്ടാഷ്യം തോറിയം ക്ലോറൈഡിൻ്റെ ഒരു കോംപ്ലക്സ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ദെൻ ദേ ഫോം കോംപ്ലക്സസ് വിത്ത് കീലേറ്റിംഗ് ലിഗാൻസ് ഓൾസോ. EDTA പോലുള്ള കീലേറ്റിംഗ് ലിഗാൻസിനോടൊപ്പവും പൈ അക്സെപ്റ്റർ ലിഗാൻസിനോടൊപ്പവും ഇത് കോംപ്ലക്സ് ഫോർമേഷൻ കാണിക്കും. ഓക്കെ, അതാണ് കമ്പാരിസൺ ബിറ്റ്വീൻ ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ്. സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. രണ്ട് കേസിലും ഡിഫറൻഷ്യേറ്റിംഗ് ഇലക്ട്രോൺ വരുന്നത് ആൻറ്റി പെനോൾട്ടിമേറ്റ് N-2 ലെവലിലേക്കാണ് ഇലക്ട്രോൺസ് വരുന്നത്. ദെൻ എ കോൺട്രാക്ഷൻ ഇൻ ആറ്റോമിക് ആൻഡ് അയോണിക് സൈസ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ബോത്ത് കേസസ്. ഒന്നിലെ ലാന്തനൈഡ് കോൺട്രാക്ഷൻ, ഒന്നിലെ ആക്ടിനൈഡ് കോൺട്രാക്ഷൻ. ബോത്ത് ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ് ഷോ ഷാർപ്പ് ലൈൻ ലൈക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്ര ഡ്യൂ ടു എഫ് ട്രാൻസിഷൻ. എഫ് ട്രാൻസിഷൻ രണ്ടിലും പോസിബിൾ ആണ്. അതുകൊണ്ട് അവിടെ ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്ര കാണിക്കും, ഒരു ഷാർപ്പ് അബ്സോർപ്ഷൻ സ്പെക്ട്ര കാണിക്കും. ദേ ഹാവ് ലോ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ. രണ്ടിലും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്, രണ്ടും റിയാക്റ്റീവാണ്. ലാന്തനൈഡും ആക്ടിനൈഡും റിയാക്റ്റീവാണ്. ദീസ് എലമെൻറ്റ്സ് ഫോം കളേർഡ് അയോൺസ്. ദെൻ ഡിസിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്, ഒന്നിലെ ലാന്തനൈഡ്സിൽ ഡിഫറൻഷ്യേറ്റിംഗ് ഇലക്ട്രോൺ 4Fലാണ്, ഇവിടെ 5Fലാണ്. ദെൻ ബൈൻഡിങ് എനർജി 4Fൽ ഉള്ളോട്ടേക്ക് കുറച്ചുകൂടെ പെനിട്രേഷൻ ചെയ്ത് കിടക്കുന്നത് കൊണ്ട് ബൈൻഡിങ് എനർജി, അതായത് അതിൻ്റെ ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ കുറച്ചുകൂടെ കൂടുതലാണ്. ഇവിടെ ബൈൻഡിങ് എനർജി ഓഫ് 5F ഓർബിറ്റൽസ് ലോവറാണ്. കാരണം എന്താണ്, 5F കുറച്ചുകൂടെ സ്പേസിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഡിഫ്യൂസ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് ബൈൻഡിങ് എനർജി ന്യൂക്ലിയസും ആ 5Fലുള്ള ഇലക്ട്രോണും തമ്മിലുള്ള എനർജി കുറവായിരിക്കും. ദേ ഷോ ലോ ടെൻഡൻസി ടു ഫോം കോംപ്ലക്സസ്. ലാന്തനൈഡ്സ് 4F പെനിട്രേഷൻ കൂടുതലായതുകൊണ്ട് കോംപ്ലക്സ് ഫോർമേഷൻ കുറവായിരിക്കും, ഇവിടെ കൂടുതലായിരിക്കും. ലാന്തനൈഡ്സിൽ കുറേ അധികം ആൾക്കാർ കളർലെസ് ആണ്, പക്ഷേ ഇവിടെ കളേർഡാണ്. ഞാൻ പറഞ്ഞു അതിൻ്റെ ട്രാൻസിഷൻസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു. ലാന്തനൈഡ്സ് ഓക്സോ കാറ്റയോൺസ് ഉണ്ടാക്കുന്നില്ല, പക്ഷേ ആക്ടിനൈഡ്സ് ഓക്സോ അയോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ദെൻ +3, +2, +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ലാന്തനൈഡ്സിലുള്ളത്. പക്ഷേ ആക്ടിനൈഡ്സിൽ ഒരുപാട് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഉണ്ട്, അത് നമ്മൾ കണ്ടു. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സിൻ്റെ ഒരു
കംപ്ലീറ്റ് ആയിട്ടുള്ള അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും. സോ അതിലെന്തെങ്കിലും എടുത്തതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.